അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ശ്ലോകം വായിക്കാം. വായിച്ചതിന് ശേഷം ഇല്ലേ ഭഗവത്ഗീതയുടെ ശ്ലോകത്തിലോട്ട് നമുക്ക് പോവാം. പോയതിനു ശേഷം വായിക്കാം. നമ്മൾ ഏത് ശ്ലോകമായിരുന്നു രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്? അതൊക്കെ നമുക്കൊരു 58 വായിച്ചു കഴിഞ്ഞു. ഞാൻ 58 പറഞ്ഞല്ലേ? 58 ചായ 57, 58, 59, 60, 61 ഒരേ ശ്ലോകങ്ങൾ തന്നെയാണ്. ഇതിന്റെ കണക്ടഡ് ശ്ലോകങ്ങൾ അടുത്ത ചാപ്റ്ററിൽ ദ സെൻസ് ഓഫ് മൈൻഡ് കൺട്രോൾ എന്ന് പറയും. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങള് അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാകാം, അതിന്റെ കണക്ടഡ് ശ്ലോകങ്ങള് ഉള്ള ചാപ്റ്ററും കൂടെ നമ്മൾ റെഫർ ചെയ്യും. അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേന് അതിനെക്കുറിച്ച് ഞാൻ പറയില്ല, അവിടെയാണ് തയ്യാറെടുപ്പ് വരേണ്ടത്. പിന്നെ ഞാൻ പറയില്ല. 58 ഇനി വരേണ്ടത് അല്ലേ? 58 അല്ലേ? 58. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യം തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യാതൊരിക്കൽ അയം ഇവൻ സർവശഃ സകല പ്രകാരത്തിലും ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് വിഷയങ്ങളിൽ നിന്ന് കൂർമ്മം ആമ അംഗാനി ഇവ അംഗങ്ങളെ എന്ന പോലെ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ സംഹരതെ പിൻവലിക്കുന്നു. തസ്യ അവന്റെ പ്രജ്ഞബോധസ്ഥ പ്രതിഷ്ഠിത ഉറച്ചതാകുന്നു. വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭാതക്കി ജയ്. വിവർത്തനം ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. അവിടെ അങ്ങനെ നിൽക്കട്ടെ ആ ഭാഗം. ഈ ശ്ലോകം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, രാധാഷ്ടമിയാണ്. രാധാഷ്ടമിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു രാധാറാണിയെ കുറിച്ചല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞു. നമ്മള് ഇന്ദ്രിയങ്ങളിൽ എത്രത്തോളം വ്യാപൃതരായിരിക്കും, നമ്മൾ ആരും തന്നെ ഇന്ദ്രിയങ്ങളെ ഇതുവരെയും നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല. കൃത്യമായിട്ട് പരിപൂർണമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ഭൗതിക ആസ്വാദനങ്ങളിൽ നിന്നും പുറത്തു വന്ന് ആത്മീയ അവസ്ഥയിൽ നിന്ന ഒരുവൻ മാത്രമേ രാധാറാണിയുടെ പേര് പോലും പറയാൻ യോഗ്യതയുള്ളൂ എന്ന് ശീലപ്രഭുപാദന് കൃത്യമായിട്ട് പറഞ്ഞു.
അതുകൊണ്ട് തന്നെയാണ് വ്യാസമഹർഷി ശ്രീമദ് മഹാഭാഗവതത്തില് ഒരിടത്തും രാധാറാണിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഡയറക്റ്റ്. അത്രയും പ്യുവറാണ് രാധാറാണി. ഭഗവാന്റെ അംശം, അതേ അംശത്തിൽ വന്നതാണ് രാധാറാണി. രാധാറാണിയെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു വാക്ക് പോലും, രാധ എന്ന് പേര് പോലും പറയാനുള്ള അർഹതയില്ലാത്തത് കൊണ്ടാണ് വ്യാസമഹർഷി രാധാറാണിയെ പേര് സംബോധന ചെയ്തിട്ടുള്ളത് ആരാധിക, ആരാധന, ആരാധിക്കേണ്ട വ്യക്തി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആരാധന എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് പ്രഭുപാദര് കൃത്യമായിട്ട് പറഞ്ഞത്, ഭാഗവതം 1 മുതൽ 9 വരെ കാണ്ഡം വായിച്ചതിന് ശേഷം മാത്രമേ ദശമസ്കന്ധത്തിലോട്ട് രാസലീലയിലോട്ട് പോകാവൂ എന്ന് പറഞ്ഞത്. അതെല്ലാം ട്രാൻസെൻഡന്റൽ തിങ്സ് ആണ്, ട്രാൻസെൻഡന്റൽ മാറ്റേഴ്സ് ആണ്. ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ വീക്കിലികളിൽ വരുന്ന നോവൽ വായിച്ചിരിക്കുന്ന ആ ഒരു മനസ്സാകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകുന്നവരാണ്. പിന്നെ രാധാറാണിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഗർഗഭാഗവതത്തിൽ മാത്രമാണ്. കാര്യം ഗർഗമുനിക്ക് മാത്രം അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. കാര്യം ഗർഗമുനിയാണ് ഈ നാമകരണങ്ങളെല്ലാം ചെയ്യുന്നതും. നന്ദഗോപരുടെ അടുത്ത് ഇതേപോലെ വിഷഭാനുവിന്റെ ഭാര്യയ്ക്ക് ഒരു മിനിറ്റ് മ്യൂട്ടിലാണ് പ്രഭു, മ്യൂട്ടിലാണ്. ഓക്കെ. വിഷഭാനുവിന്റെ ഭാര്യയുടെ പേര് കീർത്തി എന്നല്ലേ? അതെ, ജയപ്രകാശ് പ്രഭു മ്യൂട്ടാണ്. അതെ 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 അതെ. കീർത്തിയിൽ ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുന്നു, ആ കുഞ്ഞിനെ നിങ്ങൾ പോയി കാണണം, കൂടെ കൃഷ്ണനെയും കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അതിന്റെ രഹസ്യം എന്താണെന്ന് ഗർഗമുനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പിന്നെ അറിയാവുന്നത് ഉണ്ണിക്കണ്ണനും അറിയാമായിരുന്നു. ചുരുക്കി പറയുക, ഉണ്ണിക്കണ്ണൻ നേരെ ഇഴഞ്ഞിഴഞ്ഞ് പോയത് രാധാറാണിയുടെ അടുത്തേക്കാണ്. അതുവരെ രാധാറാണി കണ്ണു തുറന്നിട്ടില്ല. ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഭൂമിയിൽ രാധാറാണി അവതരിച്ചത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ ആ കഥാപാത്രം അവിടെ എത്തി, കൃഷ്ണൻ അവിടെ എത്തി, ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തി. ഇത്രയും നാള് എവിടെ പോയി എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണു തുറക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് അങ്ങയെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ആദ്യമായി രാധാറാണി കണ്ണു തുറന്നു. ആ രാധാറാണിയുടെ ആക്ച്വലി വൃന്ദാവനം തന്നെ ഉണ്ടായത്, വൃന്ദാവനവും യമുനാ പുളിഞ്ചങ്ങളും ഉണ്ടായിരിക്കുന്നത് തന്നെ, സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ രാധാറാണിക്ക് വേണ്ടിയിട്ടായിരുന്നു. യമുനാ നദിയും വൃന്ദാവനവും പുളിഞ്ചങ്ങളും ഒന്നും ഇല്ലാതെ കൃഷ്ണ എനിക്ക് എങ്ങനെ
ഭൂമിയിലേക്ക് വരാൻ പറ്റും അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തെ അവിടെ സൃഷ്ടിച്ചെടുത്തു. ഒരു നേരെ റിഫ്ലക്ഷൻ അവിടെ കൊണ്ടുവന്നു കൊടുത്തു. രാധാറാണി തിരിച്ചു പോകുമ്പം എനിക്ക് തോന്നുന്നത് 3 കാര്യങ്ങൾ മാത്രമായിരുന്നു അവശേഷിച്ചത്. ബാക്കിയെല്ലാം രാധാറാണി തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. 1 അവിടുത്തെ മണ്ണ്, 2 യമുനാ നദി, 3 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക സുശീൽ പ്രഭു. അങ്ങനെ 3 കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഈ വൃന്ദാവനത്തെ പറ്റി ചൈതന്യ മഹാപ്രഭു അവതരിച്ചതുവരെ ആർക്കും അറിയത്തില്ല. ഹിസ്റ്റോറിക്കലി അത് പോയി നഷ്ടപ്പെട്ടു. ആ ഒരു ഹിസ്റ്ററിയെ നഷ്ടപ്പെട്ടു. നമ്മൾ പോലും വൃന്ദാവനം എന്ന് ഒരു കാലഘട്ടം വരെ കേൾക്കുമ്പോൾ, സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് പോലും വൃന്ദാവനം, ഭഗവാൻ വൃന്ദാവനത്തിൽ ജനിച്ചു, പക്ഷേ വൃന്ദാവനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോലും ഓർമ്മ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലെ വൃന്ദാവൻ ഗാർഡനെ പറ്റിയാണ്. ശരിക്കും വ്രജഭൂമിയെ പറ്റി നമ്മൾ ഓർമ്മിച്ചിട്ടില്ല, അതാരും പറഞ്ഞു തന്നിട്ടുമില്ല. ചരിത്രത്തിൽ അത് ഒരു നാമം മാത്രമായിട്ട് മാറി. പിന്നീട് ഈ വൃന്ദാവനത്തെ പറ്റി നമ്മൾ അറിയുന്നത് ചൈതന്യ മഹാപ്രഭുവിലൂടെയാണ്. പിന്നീട് വൃന്ദാവനത്തിന്റെ മഹിമ നമുക്ക് കിട്ടിയത് ശീലപ്രഭുപാദരിലൂടെയാണ്. അവിടെ തന്നെ വീണ്ടും പറഞ്ഞു, ഇത്രയും പ്യുവറായിട്ടുള്ള ഒരു ഭൂമി പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അവിടെയുള്ള വ്രജവാസികൾക്ക് ഒരിക്കലും ഒരാൾക്ക് പോലും മറ്റു കാര്യങ്ങളെ പറ്റി അറിയില്ല, രാഷ്ട്രീയമായ ഒന്നും അറിയില്ല. അവർക്കറിയാവുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, രാധാറാണിയെയും ഭഗവാനെയും. അത് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്, മുൻഗണന കൊടുത്തിട്ടുള്ളത് രാധാറാണിക്ക് മാത്രമാണ്. അവർക്ക് മാത്രമേ യോഗ്യതയുള്ളൂ രാധേ രാധേ എന്ന് വിളിക്കാൻ. പിന്നെ അവിടെ കുറച്ചു പേർക്ക് ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രം ഭൗതികമായി ഒരാളുടെ പേര് കൂടി അറിയാം. അത് നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ളതാണ്. കാര്യം അവിടെ ആ ഡൽഹിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്കുള്ള റോഡുകളും പാതകളും ഒക്കെ സുഗമമാക്കി എടുക്കുകയും, ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഒരു അജണ്ട ഉണ്ടായിരുന്നു. നമ്മുടെ നശിച്ചുപോയ ക്ഷേത്രങ്ങളെയൊക്കെ പുനരുദ്ധരിച്ചെടുക്കണം, വ്രജഭൂമിയൊക്കെ ആ വൃന്ദാവനത്തിന്റെ ഒക്കെ മഹിമ അതേപോലെ നിലനിർത്തണം എന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു അജണ്ട ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അത് നഷ്ടപ്പെട്ടു പോയി, അത് പോട്ടെ. പക്ഷെ ഇപ്പം എന്തായാലും ശീലപ്രഭുപാദരുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ വൃന്ദാവനം വീണ്ടും നമുക്ക് അറിവുള്ളതായി. ആ പുണ്യഭൂമിയിൽ ഒരു സാധാരണ വ്യക്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ തങ്ങാൻ പാടില്ല. കാര്യം നമുക്ക് യോഗ്യതയില്ല. കൃത്യമായിട്ട് പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം മാത്രമേ വ്രജഭൂമിയിൽ തങ്ങാൻ പാടുള്ളൂ. അവിടെ സീനിയർ ഡിവോട്ടിന്നോ ജൂനിയർ ഡിവോട്ടിന്നോ അങ്ങനെയൊന്നും ഒരുപാടുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഒരേ ഒരു കാര്യത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ ഭഗവാന്റെ ആ കീർത്തിക്ക് മാത്രമേ, ആ ഗ്ലോറിഫിക്കേഷന് മാത്രമേ വൃന്ദാവനത്തിന് സ്ഥാനമുള്ളൂ. വേറൊന്നിനും ഒരു സ്ഥാനവുമില്ല. ഇവിടെ വീണ്ടും നമ്മള് പോകുന്നുണ്ട്. ഒരു മിനിറ്റ്.
ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് രാധാറാണിയെ കുറിച്ച് കൂടുതൽ പറയുന്നത് ഗർഗഭാഗവതത്തിലാണ്. അവിടെ വൃഷഭാനുവിനും കീർത്തിക്കും ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഭഗവാനിൽ നിന്ന് കിട്ടിയ ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കീർത്തിയില് രാധാദേവി ജനിക്കുന്നത്. രാധാറാണിയുടെ 16 അക്ഷര മന്ത്രം നമുക്ക് ഇന്ന് ജപിക്കാം. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ജപിച്ചു. ആ മന്ത്രത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ഇത് ഈ 16 നാമം, രാധാറാണിയുടെ 16 നാമം സാമവേദത്തിലുള്ളതാണ്. പിന്നെ ഈ സാമവേദത്തിൽ നിന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിലോട്ട് വീണ്ടും റെഫർ ചെയ്തിട്ടുണ്ട്. വായിക്കാം നമുക്ക്. കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് ആരെങ്കിലും കുറിച്ചു വെച്ചിരുന്നോ അന്ന്? എന്തോ ഞാനും പങ്കെടുക്കുന്നില്ല ഇപ്പോഴല്ലേ. ഓക്കെ, എന്തെങ്കിലും അരുതാത്തതോ അപരാധമോ ഈ നാമങ്ങളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രാധാറാണിയുടെ തന്നെ നമ്മൾ അപേക്ഷിക്കുകയാണ്. ക്ഷമിക്കണമേ. രാധാ രാസേശ്വരി. റിപ്പീറ്റ് ചെയ്യണേ. രാധാ രാധേശ്വരി. രാധാ രാസേശ്വരി. രാധാ രാസേശ്വരി. രാസവാസിനി. രാസവാസിനി. രസികേശ്വരി. രസികേശ്വരി. കൃഷ്ണ പ്രാണാധിക. കൃഷ്ണ പ്രിയാച്ച. കൃഷ്ണരൂപിണി. കൃഷ്ണ വാമാംഗ സംഭൂത. പരമാനന്ദരൂപിണി. കൃഷ്ണ. വൃന്ദാവനി. വൃന്ദാവന വിനോദിനി. ചന്ദ്രാവതി. ചന്ദ്രകാന്ത. ശരചന്ദ്രനിഭാനന. രാധാ രാധേശ്വരി. രാസവാസിനി. രസികേശ്വരി. കൃഷ്ണ പ്രാണാധിക. കൃഷ്ണ പ്രിയാച്ച. കൃഷ്ണരൂപിണി. കൃഷ്ണ വാമാംഗ സംഭൂത. പരമാനന്ദരൂപിണി. കൃഷ്ണ. കൃഷ്ണ. വൃന്ദാവനി. വൃന്ദാവന വിനോദിനി. ചന്ദ്രാവതി. ചന്ദ്രകാന്ത. ശരചന്ദ്രനിഭാനന. ശരചന്ദ്രനിഭാനന. രാധാ രാസേശ്വരി.
രാധാരാസേശ്വരി രാസവാസിനി രസികേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണ പ്രാണാധിക കൃഷ്ണപ്രാണാധിക പ്രാണാധിക കൃഷ്ണപ്രിയ ച കൃഷ്ണരൂപിണി കൃഷ്ണപ്രിയാ ച കൃഷ്ണരൂപിണി കൃഷ്ണവാമാങ്ക സംഭൂത കൃഷ്ണവാമാങ്ക സംഭൂത പരമാനന്ദരൂപിണി പരമാനന്ദരൂപിണി കൃഷ്ണ വൃന്ദാവനി കൃഷ്ണ വൃന്ദാവനി കൃഷ്ണ വൃന്ദാവനി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രാവതി ചന്ദ്രകാന്ത ചന്ദ്രകാന്ത ചന്ദ്രനിഭാനന ശരചന്ദ്ര നിഭാനന. ഹരേ കൃഷ്ണ. ഇതാണ് 16 നാമങ്ങൾ രാധാറാണിയുടെ. രാധ, രാസേശ്വരി, രാസവാസിനി, രസികേശ്വരി, കൃഷ്ണപ്രാണാധിയ, കൃഷ്ണപ്രിയാത കൃഷ്ണരൂപിണി, കൃഷ്ണവാമാങ്ക സംഭൂത പരമാനന്ദ രൂപിണി, കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി, ചന്ദ്രാവധി ചന്ദ്രകാന്ത ശരചന്ദ്രനിഭാനന. അപ്പം രാധാറാണിയുടെ 16 നാമങ്ങളാണ്. ഈ സ്തോത്രം വളരെ പുണ്യമാണ്, എല്ലാ പാപങ്ങളും പോകുന്നതാണ്. ഇനി ഞാൻ രാധിക ജന്മവർണ്ണനത്തെ കുറിച്ച് ഗർഗമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത് മാത്രം ഞാൻ വായിക്കാം. ഗർഗമുനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഭഗവാന്റെ ഭാഗവതോത്തമനായ ബഹുലാശ മഹാരാജാവും നാരദ മഹർഷിയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. അപ്പം വൃന്ദാവനത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചും രാധാറാണിയെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഒക്കെ ബഹുലേശ മഹാരാജാവ് അന്വേഷിക്കുകയായിരുന്നു നാരദ മഹർഷിയുടെ. ഇതാണ് നമുക്ക് വേണ്ടത്. അർജുനനും അന്വേഷിക്കുകയാണ് ചെയ്തത്, പരീക്ഷിത് മഹാരാജാവും അന്വേഷിക്കുകയാണ് ചെയ്തത്. ഭഗവാനെ കുറിച്ച് എവിടെ അന്വേഷിക്കുന്നുണ്ടോ അവിടെയാണ് നമ്മളുടെ ആ ഇച്ഛ പ്രകടമാകുന്നത്, ഭഗവത് ഭക്തിയിലേക്കുള്ള ആത്മീയതയിലേക്കുള്ള ആ മനസ്സ് പ്രകടമാകുന്നത്. ഇവിടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭക്തിയുത സേവനത്തിന്റെ ഫസ്റ്റ് എൻട്രൻസിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. പിന്നീട് ഭക്തിയുത സേവനത്തിലൂടെ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാൻ നമ്മളിൽ വസിക്കാനും സാധ്യമാവുകയുള്ളൂ. ഭക്തിയുത സേവനം അതുകൊണ്ട് വളരെ വലുതാണ്. രാധാറാണിയെ സ്മരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമായ മാർഗം കലിയുഗത്തിലെ 16 അക്ഷര മന്ത്രത്തിൽ രാധാറാണി അടങ്ങിയിരിക്കുന്നുണ്ട്. ഹരേ ഹരേ എന്ന് ഉദ്ദേശിക്കുന്നത് രാധാറാണിയെ കുറിച്ചാണ്, ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിയെ കുറിച്ചിട്ടാണ് ഹരേ. അവിടെയും ഡയറക്റ്റ് ആയിട്ട് മനഃപൂർവ്വം കൊടുക്കാനതാണ് രാധാറാണിയുടെ പേര്. കാര്യം നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. കൃഷ്ണ എന്ന് വിളിക്കാം, ശ്രീരാമചന്ദ്ര എന്ന് വിളിക്കാം, ജഗന്നാഥ എന്ന് വിളിക്കാം, ബലരാമ എന്ന് വിളിക്കാം. പക്ഷേ രാധാറാണി എന്ന് ഡയറക്റ്റ് വിളിക്കാൻ ബ്രജവാസികൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ, നമ്മൾക്കാർക്കും യോഗ്യതയില്ല. അവിടെ ഗർഗമഹർഷി പറയാണ്, ഹേ ശൗനക, ജ്ഞാനിയായ ബഹുലാശ മഹാരാജാവ് ഭഗവത്കഥകൾ കേട്ട് മതിയാകാതെ നാരദ മഹർഷിയോട് പിന്നെയും ചോദിക്കുകയാണ്. ശൗനകാദി മഹർഷികളുമായിട്ടുള്ള സംഭാഷണമാണ് ഗർഗമുനിയുടെ പിന്നീട്. ഇതെല്ലാം ഗർഗമുനി ശൗനകാദി മഹർഷികളോട് വീണ്ടും ഈ സംഭാഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെ? ഗർഗമുനി പറഞ്ഞിരിക്കുന്ന ചരിതങ്ങളെ കുറിച്ച് നാരദ മഹർഷിയും ബഹുലേശ മഹാരാജാവും തമ്മിൽ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം വീണ്ടും ശൗനകാദി മഹർഷികളോട് ഗർഗമുനി പറയുകയാണ്. നോക്കൂ പോകുന്നത് ഇതാണ് ഒരു പരമ്പര, ഇതേ പറയാവൂ, ശാസ്ത്രത്തിലുള്ളത് മാത്രമേ പറയാവൂ, വേറെ ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നാരദ മഹർഷി ബഹുലേശ മഹാരാജാവിനെ
അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ശ്രീകൃഷ്ണഭക്തനായ നിമിഷ ചക്രവർത്തിയുടെ കുലത്തിലാണല്ലോ അന്നും ജനിച്ചത്. ഇപ്പോൾ ഞാൻ രാധാജന്മ വൃത്താന്തം അങ്ങയെ കേൾപ്പിക്കാം. ഇതിനെക്കുറിച്ച് വീണ്ടും ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ഫർദർ എക്സ്പ്ലനേഷൻ നല്ല രീതിയിൽ ശുദ്ധമായി വിവരിച്ചിട്ടുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലും ഇപ്പോൾ ഞാൻ രാധാജന്മ വൃത്താന്തം അങ്ങയെ കേൾപ്പിക്കാം. വിഷഭാനുവിന്റെ പത്നിയായ കീർത്തിയിൽ രാധ പരാശക്തി ആവേശിച്ചപ്പോൾ അവൾ ഗർഭവതിയായി. ഗർഭം തികഞ്ഞ് കീർത്തി രാധയെ പ്രസവിച്ചു. അതിമനോഹരിയായ പുത്രിയുടെ മുഖം കണ്ട് വിഷഭാനുവും കീർത്തിയും ആനന്ദിച്ചു. വിഷഭാനു 2 ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പരാശക്തിയായ രാധാദേവി തന്റെ പുത്രിയെ ജനിക്കാൻ വിഷഭാനു ആർജിച്ച പുണ്യാതിരേകം അങ്ങ് കേൾക്കൂ. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ആ പുണ്യം കിട്ടിയത് എന്ന് പറയുകയാണ്. മുൻജന്മത്തിൽ നൃഗപുത്രനായ സുചന്ദ്രൻ എന്ന ചക്രവർത്തിയായിരുന്നു വിഷഭാനു. പിതൃക്കളുടെ മാനസപുത്രിയായ കലാവതിയെയാണ് വിഷ്ണുംശയെ സുചന്ദ്രൻ വിവാഹം കഴിച്ചത്. മറ്റു 2 പുത്രിമാരിൽ മേനകയെ ഹിമവാനും രത്നമാലയെ ജനക മഹാരാജാവുമാണ് വിവാഹം ചെയ്തത്. രത്നമാലയിൽ സീതയും മേനകയിൽ പാർവതിയും ജനിച്ചു. സുചന്ദ്രനും കലാവതിയും പൂർവ്വജന്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിഷഭാനുവിന്റെയും കീർത്തിയുടെയും പൂർവ്വജന്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സുചന്ദ്രനും കലാവതിയും ഗോമതി തീരത്തിൽ നിന്ന് 12 വർഷം കഠിനമായ തപസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം പോലും വളരെ തുച്ഛമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരൊക്കെ ഇത്രയും ഭഗവാന്റെ പുണ്യം ഇവർക്കെല്ലാം കിട്ടിയത് നിരന്തരമായ മെഡിറ്റേഷൻ കൊണ്ടാണ്, തപസ് കൊണ്ടാണ്, ധ്യാനം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം എത്ര മിനിറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുക. എന്നിട്ട് തീരുമാനിക്കുക എന്തുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത്. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ഇംഗിതം ചോദിച്ചു. അങ്ങനെ സുചന്ദ്രൻ മോക്ഷം ആവശ്യപ്പെട്ടു. മോക്ഷം കൊടുക്കാൻ ബ്രഹ്മാവ് തയ്യാറായി. അവിടെ വീണ്ടും സ്ത്രീ കഥാപാത്രം ഇടപെടുകയാണ്. എല്ലാത്തിനും നാരിയാണല്ലോ അല്ലേ? അവിടെ കലാവതി ഇടപെട്ടു. ബ്രഹ്മാവെ അങ്ങ് കാണിക്കുന്നത് തെറ്റാണ്. കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അതായത് വിവാഹിതരായവരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഭർത്താവാണ് പ്രത്യക്ഷ ദൈവം. ഇദ്ദേഹത്തിന് മോക്ഷം കൊടുത്താൽ എന്റെ ഗതി എന്താകും? അതുകൊണ്ട് ഇപ്പം മോക്ഷം കൊടുക്കരുത്. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് നമ്മുടെ ശനിദേവന് പറ്റിയത്. ശനിദേവൻ ഒന്നുകിൽ കല്യാണം കഴിക്കാൻ പോകരുത്. കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് ശനിദേവൻ പൂർണ്ണമായും ധ്യാനിച്ചിരുന്നു. അപ്പോള് ശനിദേവന്റെ ഭാര്യ ശനിദേവനെ വിളിച്ചിട്ട് ഗൗനിച്ചില്ല. അവിടെയാണ് അങ്ങനെ ഒരു ശാപം കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് അതിന് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇദ്ദേഹത്തിന് വരം നൽകിയാൽ ഞാൻ അങ്ങയെ ശപിക്കും. പതിവ്രതകൾ ശപിച്ചു കഴിഞ്ഞാൽ ഭരിക്കും. അത് ശാസ്ത്രം. പതിവ്രത ആയിരിക്കണം. ലേഡി ചാപ്റ്റർലിസ്റ്റ് അവർ ആകരുത്. ഞാൻ വീണ്ടും പറയാം. ഇപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറെ കാലം സ്വർഗസുഖം അനുഭവിച്ചു വാഴുക. ദ്വാപര യുഗ അവസാനത്തിൽ ഗംഗാ യമുന മധ്യത്തിൽ ഒരിടത്ത് നിങ്ങൾ മനുഷ്യരായി ജനിക്കും. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണപ്രേയസിയായ രാധാദേവി നിങ്ങളുടെ പുത്രിയായി ജനിക്കും. അവളിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം കിട്ടും. വിഷഭാനുസുധേ ദേവി. പ്രണമാമി ഹരിപ്രിയേ. പ്രണമാമി ഹരിപ്രിയേ. രാധേ വൃന്ദാവനേശ്വരി അല്ലേ? വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഹരിപ്രിയേ, ഹരിയുടെ പ്രിയപ്പെട്ടവളെ. അങ്ങനെ വരമൊക്കെ കിട്ടിയിട്ട് കലാവതി കന്യാകുലത്തിലെ രാജാവായ ജലന്ധരന്റെ മകളായ യജ്ഞകുണ്ടത്തിൽ നിന്നും ജനിച്ചു. സുചന്ദ്രൻ സുരഭാനുവിന്റെ മകനായി ഗോകുലത്തിൽ വിഷഭാനുവായും ജന്മമെടുത്തു. അങ്ങനെ നന്ദഗോപനാണ് ഇവരുടെ വിവാഹം കഴിപ്പിച്ചത്. ഇതേപോലെ ഓരോ ഇവല്യൂഷൻ തിയറികൾ ഉണ്ട് നമുക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പൂതനയുടെ ഫോർമർ ബർത്ത്. പിന്നെ നിവേദാണ് ഓർമ്മിപ്പിച്ചത്. ഞാനത് വീണ്ടും മറന്നിട്ട് സെർച്ച് ചെയ്തില്ല. പിന്നെ നിവേദ് ഇന്നലത്തെ ക്ലാസ്സിൽ നിവേദ് പറഞ്ഞു പൂതനയുടെ ഫോർമർ ബർത്ത് മഹാബലിയുടെ പുത്രി
രത്നമാലയായിരുന്നു. ആ രത്നമാല വാമന അവതാരത്തിൽ വരാൻ പോവുകയാണ്. നമുക്ക് ഓണം വരാൻ പോവുകയാണ്, വാമന അവതാരം വരാൻ പോവുകയാണ്. ഇതെല്ലാം കോയിൻസൈഡ് ആണ് നമ്മൾ പറയുന്നതല്ല. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണ്. എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, മറ്റുള്ള എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ഭഗവാനെ കുറിച്ച് അറിയാനും കേൾക്കാനും ഇടയാകുന്നത് വീണ്ടും വീണ്ടും. അതെല്ലാം കോയിൻസൈഡ് ആവുകയാണ്. അങ്ങനെ ആ വാമന ദേവന്റെ കോമളമായ മനോഹരമായ രൂപം കണ്ടിട്ട് രത്നമാല അറിയാതെ ആഗ്രഹിക്കുകയാണ്. അതും സ്പിരിച്വൽ ആഗ്രഹമാണ്. നോക്കൂ, മറ്റൊന്നുമല്ല ആഗ്രഹിച്ചത്. ഇതേപോലെ ഒരു കുഞ്ഞിനെ എനിക്കും കിട്ടണമേ, ഇതേപോലെ ഒരു കുഞ്ഞിനെ എനിക്ക് മുലയൂട്ടാനുള്ള ഭാഗ്യം കിട്ടണം എന്ന് അവിടെ രത്നമാല ആഗ്രഹിക്കുകയാണ്. അതും ഭഗവാൻ കേട്ടു, ഭഗവാൻ സാധിച്ചു. ഏതൊരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ, ഭക്തിപൂർവം ആഗ്രഹിക്കുന്നുണ്ടോ, നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ചു തരും. അതുകൊണ്ടാണ് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞത്, ക്ഷിപ്രം ഭവതി ധർമാത്മാ സ്വച്ഛാന്തി നികച്ചതി കൗന്ദയ പ്രതിജാനിഹി ന മേ ഭക്ത്യാ പ്രണശ്യതി. ഒരിക്കലും എന്റെ ഭക്തന് നാശം സംഭവിക്കുകയില്ല. അവൻ ഉടനെ തന്നെ ക്ഷിപ്രം ഭവതി ധർമാത്മാ, ഉടനെ തന്നെ അവന് ഭഗവാൻ എന്റെ അനുഗ്രഹം കിട്ടും. ഒരിക്കലും അവിടെ മാറ്റിവെക്കുന്ന പരിപാടിയേ ഇല്ല. പക്ഷേ നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിന്റെ ദൃഢത എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെയാണ് അനലൈസ് ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് രാധാറാണിയെ കുറിച്ചുള്ള ജന്മവർണ്ണനം. ഇതിൽ കൂടുതൽ പറയാൻ, ഇതുപോലും പറയാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞതല്ല, ഗർഗമുനി എങ്ങനെ ഗർഗഭാഗവതത്തിൽ വിവരിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം ഞാൻ ജസ്റ്റ് വായിക്കുകയേ ചെയ്തിട്ടുള്ളൂ. രാധാറാണിയുടെ 16 നാമങ്ങൾ ജപിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ വീണ്ടും 2-ാമത്തെ അധ്യായത്തിലെ 58-ാമത്തെ ശ്ലോകത്തോട്ട് വരികയാണ്. യഥാ സംഹരതേ ചായം കൂർമോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ സസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കാൻ കഴിയുന്നവരാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. സുശീം പ്രഭു ഒന്ന് വായിച്ച ഭാവാർത്ഥം. ഇച്ഛാനുസരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് യോഗിയുടെയും ഭക്തന്റെയും ആത്മജ്ഞാനിയുടെയും ലക്ഷണം. എന്നാൽ ഭൂരിപക്ഷം ആളുകളും ഇന്ദ്രിയങ്ങൾ കടിമപ്പെട്ടവരും അവയുടെ ഹിതപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. യോഗി എങ്ങനെ ഇരിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത്. ഇന്ദ്രിയങ്ങളെ വിഷപ്പാമ്പുകളോട് ഉപയോഗിക്കാറുണ്ട്. നിയന്ത്രണത്തിന് വഴങ്ങാതെ പെരുമാറാനാണ് അവയ്ക്കിഷ്ടം. യോഗിയാവട്ടെ ഭക്തനാവട്ടെ പാമ്പാട്ടിയാവട്ടെ ഈ സർപ്പങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടും. അയാൾ ഒരിക്കലും പാമ്പാട്ടിയെ പോലെ ഈ സർപ്പങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നേടണം. അയാൾ ഒരിക്കലും അവയെ തന്നിഷ്ടപ്രകാരം പെരുമാറാൻ വിടാറില്ല. ധർമ്മശാസ്ത്രങ്ങളിൽ വിധി നിഷേധാത്മകങ്ങളായ പല നിബന്ധനകളും കാണാം. സുഖാനുഭോഗികൾ ചുരുക്കി ആ വിധി നിഷേധങ്ങളെ അനുസരിക്കാൻ കഴിയാത്തവർക്ക് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല. ആമ അതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിന് എപ്പോൾ വേണമെങ്കിലും അവയവങ്ങളെ ഉൾവലിക്കാം, വെളിപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ കൃഷ്ണാവബോധമുള്ളവർ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് വേണ്ടുന്ന പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. മറ്റു സന്ദർഭങ്ങളിൽ ഉൾവലിക്കും. സ്വന്തം തൃപ്തിക്കായി ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതിന് പകരം അവയെ ഭഗവത് സേവനത്തിനായി അർപ്പിക്കുക എന്നതാണ് അർജുനന് ലഭിക്കുന്ന ഉപദേശം. ഇന്ദ്രിയങ്ങളെ സദാ കൃഷ്ണാവബോധത്തിൽ വ്യാപ്തമാക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് അവയെ ഉള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ആമയുടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ദ്രിയങ്ങളെ
ഭൗതികമായ വാസനകളെ നമ്മൾ നിയന്ത്രിക്കാത്തിടത്തോളം കാലം നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം കിട്ടുകയോ ചെയ്യാൻ പ്രയാസമാണ്. എന്താണ് ഭൗതിക വാസനകളിൽ നമ്മൾ പെട്ടുപോകുന്നത്? എന്തുകൊണ്ട് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? അർജുനനോട് ഭഗവാൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെല്ലാം കാറ്റിനേക്കാൾ വേഗതയിലാണ്, ഒരിക്കലും വളരെ പ്രയാസകരമാണ്, പക്ഷേ സാധ്യമാണ്. വളരെ പ്രയാസകരമാണ്, പക്ഷേ സാധ്യമാണ് ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്താൻ എന്ന് കൃത്യമായിട്ട് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്. അർജുനൻ അത് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അർജുനന് ഭഗവാന് വളരെയധികം ഇഷ്ടപ്പെടുകയും അർജുനനോടൊപ്പം ജീവിതകാലം മുഴുവൻ ഭഗവാൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്ന് നമ്മൾക്ക് ഭൗതിക ആസ്വാദനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഭൗതിക ആസ്വാദനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റേണ്ടതിന്റെ ആവശ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഗർഭധാന സംസ്കാരം എന്ന് പറയുന്നത്. അതൊരു വിവാഹ ജീവിതം ഒന്ന്. അതുപോലെ തന്നെ മറ്റുള്ള ആഗ്രഹങ്ങൾ, കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യം, ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അതിനുള്ള ഒരേ ഒരു ഉപായം ഭഗവാനെ സ്മരിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭക്തനല്ല, ഭക്തിയുടെ സേവനമാണെന്ന് പറയുന്നത്. അചഞ്ചലമായ ഭഗവാനിലുള്ള ഭക്തിയിൽ കൂടി മാത്രമേ കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ. ഹരിദാസ് താക്കൂർ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഹരിദാസ് താക്കൂറിന്റെ ഭക്തിയെ, അതായത് അദ്ദേഹത്തിനോടുള്ള വിരോധം കൊണ്ട് ഭരണാധികാരി തന്നെ പറഞ്ഞു വിടുന്നതാണ് ഒരു സ്ത്രീയെ. ഹരിദാസ് താക്കൂർ ദൃഢപ്രതിജ്ഞ എടുത്തു, ഞാൻ ഇത്ര കോടി നാമം ജപിക്കുന്നതാണ്, ഈ നാമജപത്തിന് ശേഷം ഞാൻ അങ്ങയുടെ ഭവതിയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് വളരെ വിനയാന്വിതമായിട്ട് പറഞ്ഞു. അവസാനം നിരന്തരമായ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കേട്ടതിലൂടെ ആ സ്ത്രീയും ഭഗവാന്റെ ഭക്തിയായി മാറി എന്ന് മാത്രമല്ല, അവരും ജപിച്ചു തുടങ്ങി. നേരത്തെ ഞാൻ വാസവദത്തയുടെ കാര്യവും കഥയും പറഞ്ഞു. ഉപഗുപ്തൻ, ഇവിടേക്കാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നത്. ഉപഗുപ്തനെ എത്രയോ പ്രാവശ്യം വാസവദത്ത പറഞ്ഞു വിട്ടു, തോഴിയെ പറഞ്ഞു വിടിയിച്ചു. അവിടെ ഒന്നും ഉപഗുപ്തൻ ആ ഇന്ദ്രിയ തൃഷ്ണയിൽ അകപ്പെട്ടു പോയില്ല. അവസാനം മോക്ഷം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ആക്ച്വലി ഉപഗുപ്തൻ ജ്ഞാനം കൊണ്ട് അറിഞ്ഞു വാസവദത്ത ഇങ്ങനെ ചുടുകാട്ടിലാണ്, അപ്പം ഇത്രയും കാലം എന്നെ ഒരു ഭഗവത് ഭക്തനെ ഓർമ്മിച്ചതിന്റെ ഒരു പരിണാമം കൂടിയാണ് അവിടെ കിട്ടുന്നത്, ആ ഒരു അനുഗ്രഹം കിട്ടുന്നത്. ഇവിടെ വിവാഹ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക തൃഷ്ണയുടെ ഭാഗമായിട്ടല്ല. എന്തിന് വിവാഹം കഴിക്കണം? എന്തിന് വിവാഹം കഴിക്കണം? ഒറ്റ ക്വസ്റ്റ്യൻ, എന്തിന് വിവാഹം കഴിക്കണം? സുശീം പ്രഭു. തലമുറയെ നിലനിർത്താൻ. എന്തിന് തലമുറയെ നിർത്തണം? അതൊരു ലൗകികന്റെ ഒരാഗ്രഹങ്ങളിൽ ഒന്നാണ്. ലൗകികന്റെ ഒരു ആഗ്രഹങ്ങളിൽ.
ഓക്കെ, ജീവിക്കാൻ പ്രയാസമുള്ളവരാണ് വിവാഹം കഴിക്കുന്നത്. എന്തോ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമുള്ളവർക്ക് വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് നല്ലത്. ഓക്കെ, നൈഷ്ഠിക ബ്രഹ്മചര്യം പറ്റുന്നവർക്ക് അത് ചെയ്യാം. അല്ല, കുടുംബമായിട്ട് ജീവിച്ചേ പറ്റുമെന്നുണ്ടൊരു വരുമല്ലോ, അതാണല്ലോ നോർമൽ. നമ്മളൊക്കെ നോർമൽ ആയതുകൊണ്ട് നമ്മൾ വിവാഹം കഴിച്ചു, അത്ര. ഓക്കെ, മറ്റഭിപ്രായങ്ങൾ? ജയപ്രകാശ് പ്രഭു, സുരേഷ് ഗോപി പ്രഭു. ഒറ്റയ്ക്കായി പോകും. ഒറ്റയ്ക്കായി പോകും, ചേട്ടനും പറഞ്ഞു ഒറ്റയ്ക്കായി പോകും. ഇവിടെ എല്ലാം കല്യാണം കഴിച്ചവരാണുള്ളത്, പറയാം, തീർച്ചയായിട്ടും പറയാം, നിവേദ ഒഴിച്ചിട്ട് പറയാം. എന്തിനാണ് അത്? അല്ല, അതൊരു തൃഷ്ണയുടെ ഭാഗം തന്നെയാണ്. സുരേഷ് ഗോപി പ്രഭു പറഞ്ഞു കഴിഞ്ഞു, ഇനി മറ്റാരെങ്കിലും പറയട്ടെ? ഒരു നാടിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവത്തില്ലേ? ഒരു നാടിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. ഓക്കെ, പിന്നെ പിന്നെ പിന്നെന്താണ്? ജയപ്രകാശ് പ്രഭു ഒന്നും പറഞ്ഞില്ല. പ്രഭു അതൊരു നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. ജയിലില് നമ്മൾ കുറ്റവാളികളെ കാണും. അവരെ പുറത്തു കൊണ്ടുപോകുമ്പോൾ ബലം കിട്ടുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്, ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. നമ്മൾ ജയിലിൽ അല്ലെന്നേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മുടെ ദൃഷ്ടിയാൽ കാണുന്ന ഇരുമ്പ് ചങ്ങലയില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഭൗതികതയുടെ ബന്ധനത്തിലാണ്. ദുഃഖാലയം അശാശ്വതം. ഈ ഭൂമി എന്ന് പറഞ്ഞ ദുഃഖാലയമാണ്. ഇവിടെ നമ്മൾ ഭൗതികമായ ബന്ധനത്തിൽ നിന്നാണ്. ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം ചെയ്തതെന്ന് പറഞ്ഞാലോ? കഥയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. അതൊക്കെ പറഞ്ഞോ, മാതാജിമാര് കൂടെ ഇരിക്കുകയാണ്. ബന്ധനത്തിൽ കൂടുതൽ ബന്ധനത്തിൽ പോവുകയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട്. അത് ഗർഭധാന സംസ്കാരത്തിലൂടെ, ആ ഒരു ജ്ഞാനത്തിലൂടെ അല്ലാതെ വിവാഹം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ബന്ധനത്തിലാവുന്നത്. വിവാഹം ചെയ്യുന്നതിലൂടെ നമ്മൾ ഭക്തിയുത സേവനത്തിന്റെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയാണ്. അവിടെ കാമലോഭ ഹതഛേദസഹ, ഈ സെൻസ് എൻജോയ്മെന്റിനെ നമ്മൾ മാറ്റിയെടുത്തിട്ട് എന്തിനാണ് ഭാര്യ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള നിർവചനത്തിലേക്ക് നമ്മൾ എത്തണം. പുത്രാർത്ഥേ ക്രിയതേ ഭാര്യ, പുത്രാർത്ഥേ ക്രിയതേ ഭാര്യ. പുത്രന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? വീണ്ടും ചോദിക്കുകയാണ്. പുത്രപിണ്ഡം പ്രയോജനം. അവിടെയാണ് കൃഷ്ണൻ പറഞ്ഞത്, അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്, നമ്മൾ യുദ്ധം ചെയ്ത് എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ കുലത്തിലെ സ്ത്രീകള് നശിച്ചു പോയില്ലേ എന്ന് പറയുന്നത്, എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ നല്ലൊരു സത്പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് പുത്രൻ എന്ന നരകത്തിൽ നിന്ന് നമ്മളെ ത്രാടനം ചെയ്യാൻ, രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിന്തയോടുകൂടി വിവാഹം കഴിക്കുകയും, ദാസോ അഹം തവ കേശവ, ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ചിന്തയും നമുക്കുണ്ടെങ്കിൽ മറ്റൊരു ബന്ധനത്തിലേക്ക് വിവാഹ ജീവിതം പോവുകയില്ല.
രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് എന്റെ ദൗത്യം എന്നുള്ളത് എന്റെ അടുത്ത ജന്മം മോക്ഷം നേടി ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാനും പുതിയൊരു തലമുറയെ കൂടി ഭഗവാനെ സേവിക്കാൻ പുതിയൊരു തലമുറയെ കൂടി സൃഷ്ടിക്കാനും വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകും. ഹരേ കൃഷ്ണ. എന്തോ ഹരേ കൃഷ്ണ. ഇല്ലെങ്കിലോ കേട്ടില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. ഹരേ കൃഷ്ണ. ഇല്ലെങ്കിലോ അത് നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. അല്ലെങ്കിൽ സംശയങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ആചാര്യന് നമ്മളുടേതെല്ലാം ഗുരുവുമായ രാമ നരസിംഹ പ്രഭു ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് വാമന ദേവനെ കുറിച്ചും ഓണത്തെ കുറിച്ചുമൊക്കെ ചെറിയൊരു വിവരണം തരാൻ നമുക്ക് അങ്ങനെ ആ വാക്കുകളിലൂടെ നമുക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓൺലൈൻ വിർച്വൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ആ പാദസ്പർശനം, ആ സാന്നിധ്യം നമുക്കുണ്ടായി. നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഹിസ് ഗ്രേസ് പരംപൂജ്യനായ നരസിംഹ പ്രഭുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.